ഹായ് 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 അങ്ങോട്ട് നോക്കിയിട്ട് കുറെ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നല്ലാതെ ഒരു 4-5 വീഡിയോകളും മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ. അതിൻ്റെ ഒരു വലിയൊരു ഗ്യാപ്പായി. അപ്പോൾ കാരണം എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ കഴിയേണ്ടി വന്നു. ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്യണം, അതിൻ്റെ ഇടയിൽ പ്ലാനിങ് എല്ലാം ഉണ്ടായിന്, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം ആകുന്നത്. അപ്പോൾ അത്യാവശ്യം എണീച്ചിരിക്കാനെല്ലാം ആ ഒരു ടൈം ആകുമ്പോഴാണ് ഇപ്പോൾ പിന്നെയും വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇടക്ക് കൊറേ ലീവായി, വീഡിയോ ഇടാൻ പറ്റാത്ത ഹോസ്പിറ്റലും ടെൻഷനും തിരക്കുമെല്ലാം ആയിട്ട്. അപ്പൊ വീണ്ടും നമ്മൾ എല്ലാ വീഡിയോകളും ഇട്ട് വരുന്നതായിരിക്കും. ഞാനിപ്പം മൂന്നാംകുറ്റി എൻ്റെ വീട്ടിലാണുള്ളത്, സച്ചിൻ്റെ വീട്ടിലും. അപ്പൊ അയറനെ ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് വിട്ടിട്ടാണ് പോയത്. ജനുവരി 24-ലാണ് ഓപ്പറേഷൻ ഉണ്ടായത്. ഏകദേശം ഫെബ്രുവരി ആദ്യ ആഴ്ചയെല്ലാം ആടെ തന്നെയാണ് ഉണ്ടായത്. 24 ഫെബ്രുവരി ഒരു പകുതിയെല്ലാം ആകുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്ത തിരക്കുകളായതുകൊണ്ടാണ് വീഡിയോയിൽ വരാനും വീഡിയോ എടുക്കാനും. വീട്ടുകാരും അതിനുള്ള സാഹചര്യത്തിലല്ല ഉണ്ടായത്. ഞാനും അതെ, ആടുന്നും കുറച്ച് വീഡിയോ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എമർജൻസി ഓപ്പറേഷൻ എല്ലാം ആകുമ്പം അതിന് പറ്റിയ മൂടല്ല ഉണ്ടായത്. എത്രത്തോളം ആൾക്കാർക്ക് അറിയുന്നറിയില്ല, എന്നെ അറിയുന്നവർക്ക് അറിയാവുമായിരിക്കും. ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ്. 2023 മുതൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങിയത്. കോഴിക്കോട് മൈത്രയിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ഇപ്പോൾ കുറച്ച് ഒരു 6 മാസത്തിലധികമായിട്ട് RCC തിരുവനന്തപുരത്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അതിനെ കച്ചറാക്കുന്നത് കേട്ടോ. ഒരു പൂച്ചയുണ്ട് ഇവിടെ, മെട്ടു. അപ്പോൾ അതിനെ സ്നേഹിക്കുന്നതാണ് ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ RCCയിലാണ്. RCCന്നാണ് ഇപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ മൈത്രയിൽ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷനാണ് RCCന്ന് കഴിഞ്ഞത്. ബയോപ്സി റിപ്പോർട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് വന്നു. വലിയ അത്യാവശ്യം പേടിക്കേണ്ട സാഹചര്യം തരണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. മെയ്യിലാണ് ഇനി അടുത്ത് പോകേണ്ടത്. അപ്പോൾ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എവിടെയും പോകലില്ല, വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കും ഇനി കുറച്ച് നാൾ വരാൻ പോകുന്നത്. ഓൾറെഡി എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ട്. ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് പോകുന്നതിന് മുന്നേ ഒരു 2 ആഴ്ച മുന്നേ പോകുമ്പോൾ എടുത്തു വെച്ചൊരു വീഡിയോ ഉണ്ട്. എത്രത്തോളം നല്ലത്, എത്രത്തോളം വോയിസ് ക്ലിയർ ഉണ്ടെന്നൊന്നും അറിയില്ല, അത് ഇടാം. അതിന് ശേഷം വീട്ടിൻ്റെ അടുത്തും ചിലപ്പോൾ അടുത്തുള്ള ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ മാത്രം പോകുന്ന വീഡിയോ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മുമ്പുണ്ടായ അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കവറായിട്ട് വരാം. അക്കൂനെയും സച്ചിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാം. ഇപ്പോൾ എനിക്ക് അങ്ങോട്ടേക്കും സച്ചിൻ വന്ന് പോലുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കണ്ടിട്ട് പോലുണ്ട്. പിന്നെ ഇന്ന് വന്നിട്ടില്ല, ഓരോരോ തിരക്കായിട്ട് വന്നിട്ടില്ല. എനിക്ക് പിന്നെ അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ലല്ലോ. കാഞ്ഞങ്ങാട് നാടകം കൂടെ അടച്ചിട്ടിട്ടാണുള്ളത്. അപ്പോൾ എല്ലാം വരും വീഡിയോ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മുന്നേ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.